ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എൻ്റെ ഒരു ദിവസം രാവിലെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കാരണം ഞാൻ എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ ആദ്യം തന്നെ ബെഡ്റൂമിൽ നിന്ന് കേട്ടൻ നീക്കി അമ്പലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അമ്പലത്തിലെ ആ കൽവിളക്ക് തെളിഞ്ഞ് കത്തുന്നത് കാണാം. അതാണ് ഞാൻ ആദ്യം തന്നെ കണി കാണുന്നത്. പിന്നെ ഭഗവാനെ, ഇവിടുത്തെ എൻ്റെ ഭഗവാനെയും കാണും. അതിന് ശേഷമാണ് ഞാൻ ബാത്റൂമിലേക്കൊക്കെ പോകുന്നത്. എന്താണെന്നറിയില്ല, അതെൻ്റെ ഒരു സമാധാനമാണ്. അത് രാവിലെ എഴുന്നേറ്റാൽ അമ്പലവും ഭഗവാനെയും കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാധാരണ എല്ലാ വീട്ടമ്മമാരെ പോലെ തന്നെ ഏഷ്യാനെറ്റിലെ സീരിയൽ പോലെ തിങ്കൾ മുതൽ വെള്ളി വരെ എനിക്ക് 5:30 മുതൽ 7:30 വരെ ചുറ്റുള്ളതൊന്നും കാണാറില്ല. നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ ഞാൻ കുളിച്ച് വിളക്ക് കത്തിച്ച് തൊഴുതൊട്ടൊക്കെയാണ് ബാക്കി എല്ലാ പണികളും ചെയ്യുന്നത്, അമ്പലത്തിലൊക്കെ പോയിട്ട്. ചില ദിവസം എഴുന്നേൽക്കാൻ ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും എല്ലാം ഒരു തിരക്ക് പിടിച്ച പോലെയായിരിക്കും. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ അരിയൊക്കെ തിളപ്പിച്ച് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ രാവിലെ ഇവർക്ക് 7:30 ആകുമ്പോൾ ബസ് വരും. അപ്പോഴേക്കും ലഞ്ചും സ്നാക്സും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡി ആവണം. ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഒരു സമാധാനത്തിന് ഉണ്ടാക്കുകയാണ്. ഇവർ കഴിക്കൂല, കാര്യം അത്ര നേരത്തെ ഇവർക്ക് കഴിക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ പച്ചക്കറി ഉണ്ടാക്കിയില്ല. ഇന്ന് ഉണ്ടാക്കിയത് പയറുപ്പേരി, ചമ്മന്തി, വഴുതിന ഫ്രൈ ചെയ്തതൊക്കെയാണ്. സ്നാക്സിന് ഞാൻ പഴം, തേങ്ങയും അവിലും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് നെയ്യിൽ ടോസ്റ്റ് ചെയ്തിട്ടാണ് സ്നാക്സ് കൊടുക്കുന്നത്. കാര്യം ബ്രേക്ക്ഫാസ്റ്റ് ഇവർ കാര്യമായിട്ടൊന്നും കഴിക്കാതെയല്ലേ പോവുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ നോക്കുന്നത്. ഞാനിതാ ലഞ്ച് കിട്ടുന്നതിനിടയ്ക്ക് ഈ അളവ് തൂക്കം നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കഷ്ടകാലത്തിന് രണ്ടുപേർക്കും ഒരേപോലുള്ള പാത്രമായിപ്പോയി വാങ്ങിയത്. അപ്പോൾ ഒരാൾക്ക്, ചെറിയ ആൾക്ക് ചോറ് തീരെ വേണ്ട, മറ്റേ ആൾക്ക് ഞാൻ കുറച്ചധികം വെച്ച് കൊടുക്കും. അപ്പോൾ ഇത് ഏതാണെന്ന് വെയിറ്റ് ഏകദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതാണ് ഈ എടുത്തെടുത്ത് നോക്കുന്നത്. അപ്പോൾ സാധാരണ കുട്ടികളെ കൊണ്ടുപോകാൻ അച്ഛൻ വരാറുണ്ടായിരുന്നു. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യണം. ഇപ്പോൾ തണുപ്പായതോടെ അച്ഛൻ വരാറില്ല, അല്ലെങ്കിൽ ഞാനും ശ്യാമേട്ടനും ആരെങ്കിലും ഒരാൾ കൊണ്ടുപോകണം. അപ്പോൾ തൊഴുത് ഭഗവാനെയൊക്കെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് ഓരോ ഉമ്മ കൊടുക്കും. അതും ഒരു സമാധാനമാണ്, ഒരു സംരക്ഷണ കവചം പോലെ. പപ്പയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് പപ്പയും മക്കളും എനിക്ക് ബായ് പറഞ്ഞ് പോവുകയാണ്. ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ രാവിലെ. എല്ലാവരും ചോദിക്കും, എന്നും ലഞ്ചിൻ്റെ വീഡിയോ അല്ലേ ചെയ്യുന്നത്, രാവിലെ കുട്ടികൾക്ക് എന്താ കൊടുക്കുക എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഓക്കെ, ബായ്.